ലിസബത്ത് സോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കോവയ്ക്ക തോരനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട്. ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ തോരന് സാധാരണ നമ്മൾ വയ്ക്കുന്നതിലും ഇരട്ടി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് പറയാം. ഇതിനായിട്ട് 1/2 കിലോ കോവയ്ക്ക കഴുകി വൃത്തിയാക്കി റൗണ്ടായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവോള, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. അത് വളരെ ചെറുതായിട്ട് അരിയണം. എത്രയോ ചെറുതാക്കാമോ അത്രയും. ഒരു ടീസ്പൂൺ മാക്സിമം മതി. പിന്നെ എരിവിനാവശ്യത്തിന് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില വേണം, ഒരു 1/4 ടീസ്പൂൺ കടുക്, വെളിച്ചെണ്ണ, 1/4 കപ്പ് തേങ്ങ ചിരകിയത്. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പാൻ അടുപ്പ് വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴണ്ട് വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി പാകത്തിന് വഴണ്ടിട്ടുണ്ട്. ഇത്രയും വഴണ്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കിലോ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം വേണം. അതുപോലെ പാകത്തിന് ഉപ്പ് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം ഫ്ലെയിം നമ്മൾ മീഡിയത്തിലേ ഇടാവുള്ളൂ. നല്ലോണം സ്റ്റീമെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ലോയിലിടാം. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളൊരു 2-3 പ്രാവശ്യമൊക്കെ ഇതൊന്ന് പതുക്കെ തുറന്ന് നോക്കണം. അതിൽ നിന്ന് വരുന്ന ആവി വെള്ളമുണ്ടല്ലോ, അത് കളയണ്ട. അതകത്തേക്ക് തന്നെ നമ്മൾ കളയാതെ തന്നെ ഒഴിക്കുക. ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് പിന്നെ കോവയ്ക്ക വെന്തോളും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ കോവയ്ക്ക പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. വാളംപുളി കുറച്ച് നമ്മൾ പിഴിഞ്ഞ് വയ്ക്കണം. ഇതിലേക്കൊരു 3-3.5 ടേബിൾ സ്പൂൺ വാളംപുളി ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊരു പുളിപ്പ് വന്നാൽ മതി, കൂടി പോകണ്ട. അതും ചേർത്ത് മിക്സ് ചെയ്യുക. വീണ്ടും നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഉപ്പും പുളിയൊക്കെ ഇടയ്ക്ക് നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പം വേറെ ഒട്ടും വെള്ളം ഇതിൽ ചേർക്കരുത് കേട്ടോ. വെള്ളം ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല. കോവയ്ക്കൊക്കെ ഒരുവിധം വേവുണ്ട്. അതാ വെള്ളത്തിൽ ആവി വരുന്ന വെള്ളത്തിൽ തന്നെ വെന്തോളും. കോവയ്ക്ക പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അടിപൊളി കോവയ്ക്കത്തോരനിവിടെ റെഡി ആയിക്കഴിഞ്ഞു. സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്നതിലും നല്ല ടേസ്റ്റ് കേട്ടോ ഈ വാളംപുളി കുറച്ച് ചേർക്കുമ്പോൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.